ക്രിസ്ത്യൻ ലൈവിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ജൂലൈ 25-ന് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നീ 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഓഗസ്റ്റ് 2-ന് ഇരുവർക്കും ജാമ്യം ലഭിച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നാം കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുകയാണല്ലോ. ദൈവസഭയുടെ ആരംഭകാലത്ത് തന്നെ സഭയ്ക്കെതിരെയും ദൈവജനത്തിനെതിരെയും ധാരാളം പ്രതികൂലങ്ങൾ ഉയർന്നിരുന്നു. നീതിയുടെയും സത്യത്തിൻ്റെയും നാവുകളായി നിലകൊണ്ട പലരെയും കാരാഗൃഹങ്ങളിൽ അടച്ചിടുകയും വളരെ വിശന്നിരുന്ന ക്രൂരമൃഗങ്ങൾക്ക് ഇരയായി തീർക്കുകയും അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കല്ലറയെ ജയിച്ചു വന്ന കർത്താവിനെ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു ഭക്തരെ ഒതുക്കിക്കളയുവാനും അന്നും ഇന്നും ഒരു കാരാഗൃഹത്തിനോ ഒരു കൽത്തുറങ്കലുകൾക്കോ കഴിയുകയില്ല എന്നുള്ളതും ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമാണ്. കന്യാസ്ത്രീകൾക്ക് ലഭിച്ച മോചനം വളരെ സന്തോഷകരമാണെങ്കിലും നാമധേയ ക്രൈസ്തവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും ഒരുപോലെ ശ്രമിക്കുന്നത് പോലെ പെന്തക്കോസ്ത് വിഭാഗത്തിലെ ദൈവജനങ്ങളുടെയും ദൈവദാസന്മാരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുമ്പോൾ തന്നെ പല മേഖലകളിലും പാസ്റ്റർമാർക്കെതിരായി കള്ളക്കേസുകളും പീഡനങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു സത്യമാണ്. പ്രാർത്ഥനാ യോഗങ്ങളെയും പബ്ലിക് മീറ്റിങ്ങുകളെയും ഗോസ്പൽ പ്രചാരണങ്ങളെയും വിവിധ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ചിലർ നിഷ്ഠൂരമായി എതിർക്കുന്നു. ഈ വസ്തുത എല്ലാവർക്കും അറിയാവുന്നതും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 100 കണക്കിന് ദേവദാസന്മാർ നോർത്ത് ഇന്ത്യൻ ജയിലറുകളിൽ ഒരു ജാമ്യവും ലഭിക്കാതെ ആയിരിക്കും. ദേവദാസന്മാരുടെയും സഭകളുടെയും ഭാഗത്ത് നടക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളെല്ലാം ആർക്കും ഒരു വേദന ഉളവാക്കുന്ന രീതിയിലോ ഒരു പ്രശ്നം ഉളവാക്കുന്ന രീതിയിലോ അല്ലാഞ്ഞിട്ട് പോലും പലപ്പോഴും ക്രൂരമായ ആക്രമണങ്ങളും ശക്തമായ എതിർപ്പുകളും ദൈവസഭകളും ദൈവദാസന്മാരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മതപരിവർത്തനമെന്ന തെറ്റിദ്ധരിപ്പിച്ചാണ് നിയമപരമായി അല്ലെങ്കിൽ ദൈവദാസന്മാർക്കെതിരെ ചിലർ സംഘടിതമായും വളരെ ആസൂത്രിതമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ ഇതുപോലെ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന ദൈവദാസന്മാർക്ക് ലീഗൽ കൺസൾട്ടേഷൻ, ക്രിസ്ത്യൻ ലീഗൽ ഫൗണ്ടേഷനുകളുടെ നിയമ ഉപദേശം എന്നിവ നിർബന്ധമായും ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെല്ലാം ഉപരി സഭയുടെ ഐക്യതയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. ഒപ്പം ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ എല്ലാ ആത്മീയ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഭാരതത്തിലെ നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാവർക്കും ഒരേ നിയമമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് മാത്രം നിയമം ബാധകവും മറ്റു ചിലർക്ക് അത് ബാധകമല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. നമ്മുടെ മൗനം നമ്മെ കുറ്റവാളികളാക്കും മുമ്പേ നമ്മളെ നീതിയുടെ ശബ്ദങ്ങളാക്കി ദൈവം മാറ്റട്ടെ. എല്ലാവർക്കും നന്ദി.